ഏതുമാകട്ടെ, മറ്റോന്റെ കച്ചവടത്തിൽ ഫിത്നയുണ്ടാക്കരുത്, മറ്റോന്റെ ജോലിയിൽ ഫിത്ന കളിക്കരുത്, ആരുടെയും ചോറിന് കല്ലിടരുത്, ആരുടെയും ഭക്ഷണം മുടക്കരുത്, ആരുടെയും ഇസ്സത്ത് വിളിച്ചു കളയരുത്. അങ്ങനെ ചെയ്യുന്നവർക്ക് സ്വർഗമില്ല, സ്വർഗം തടുക്കപ്പെടുകയാണ്. മന്നാഉൽ ഖൈർ, ഖൈറിനെ തടയുന്നവർ. ഒരാൾക്കും ഒരു ഖൈർ തടയാൻ പാടില്ല, ഒരാളെയും നമ്മൾ വെറുക്കാൻ പാടില്ല, ഒരാളുടെ ജോലിക്കും നമ്മൾ പാരവെക്കാൻ പാടില്ല. ചെറിയ ചെറിയ കാരണം പറഞ്ഞ് ഫിത്നയുണ്ടാക്കുന്നവരുണ്ട്, കല്യാണം മുടക്കുന്നവരുണ്ട്, ജോലിയിൽ നിന്ന് എടുത്തെറിയുന്നവരുണ്ട്, ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്നവരുണ്ട്, പുകയിട്ടിട്ട് ആട്ടിയോടിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അത് എല്ലാ മേഖലകളിലും, എല്ലാ ഫീൽഡിലും, പള്ളിയിലും, കമ്പനിയിലും, നാട്ടിലും എല്ലായിടത്തുമുണ്ട്. അങ്ങനെ നിങ്ങൾ ഫിത്നക്കാരായി കഴിഞ്ഞാൽ അത്തരക്കാർക്ക് സ്വർഗമില്ല, ഫിത്നയാക്കുന്നവർക്ക് സ്വർഗമില്ല. ഫിത്നക്കാരൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ, ഫിത്ന എന്ന് പറയുന്നത് കൊല്ലുന്നതിനേക്കാൾ അപകടമാണ്. അല്ലേ? കല്യാണം മുടക്കുന്നവരുണ്ട്, പൊതുമുടക്കുന്നവരുണ്ട്, കച്ചവടം പൊട്ടിക്കുന്നവരുണ്ട്. അല്ലേ? ജാഗരൽ പാണിയ ബ്രോക്കർ 2 വർഷമായിട്ട് ഓടിയോണ്ട് ആളെ വിളിച്ചോണ്ട് വന്നോണ്ട് എല്ലായിട്ട് ലാട്ടൊരു പാർട്ടി സെറ്റായപ്പ മെല്ലെ ഫോണാക്കിയിട്ട് ആറ് ബന്നർ എത്ര ഗാഡി മൈക്കാലത്തെ ഗാഡിയാ ഉടുപ്പിലെ ഗാഡിയാ ഇതെല്ലാം കേട്ടിട്ട് ഫോണാക്കിയിട്ട് തെല്ല് നോക്കിയോട്ടുണ്ട് ആകത്തെ ദോഷമുണ്ട് ജാഗത്തില് സുബഹാന എല്ലാം പോയി. 2 വർഷം ഈ ബ്രോക്കർമാർ കഷ്ടപ്പെടുന്നതെല്ലാം പോയി. ചില ബ്രോക്കർമാർ ചൊല്ലങ്ങനെ ഊണ് സെറ്റാക്കി മാത്രമല്ല പിന്നത്തെ സെറ്റാക്കി അത് നാണ് മുന്നിൽ കാറ്റിട്ട് വിട്ടത് വേണ്ടാന്ന്. പൊതുവായെങ്കും മങ്ങൽത്തായെങ്കും ജാഗായെങ്കും ഗാഡിയായെങ്കും ആ രൂപത്തിൽ അങ്ങനെയൊന്നും ആകാൻ പാടില്ല. ഫിത്ന എന്നുള്ളത് സ്വർഗക്കാരുടെ ലക്ഷണമല്ല. ഫിത്ന ശൈത്താനിന്റെ പാരമ്പര്യമാണ്. ശൈത്താനാണ് ഇവിടെ ഫിത്നയുണ്ടാക്കിയത്, ഇബ്ലീസാണ് ഇവിടെ ഫിത്നയുണ്ടാക്കിയത്. കുടുംബത്തിൽ പരസ്പരം ഫിത്നയാക്കുന്നവർ സഹോദരങ്ങളുടെ ഇടയിൽ, കുടുംബത്തിന്റെ ഇടയിൽ, സഹോദരിമാരുടെ ഇടയിൽ, ഫാമിലിന്റെ ഇടയിൽ, കസിൻസിന്റെ ഇടയിൽ, കമ്പനിക്കട ജോലിക്കാരുടെ ഇടയിൽ, അതുപോലെ മറ്റുള്ള ഇടങ്ങളിലെല്ലാം ഫിത്നയാക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ജമാഅത്തിലും പരിസരത്തിലും ഫിത്നയാക്കുന്നവർ, സമുദായത്തിന്റെ മധ്യേ ഫിത്നയാക്കുന്നവർ, ഇവരാരും സ്വർഗത്തിൽ കടക്കുമെന്ന് കരുതണ്ട. അതുകൊണ്ട് ഫിത്നയിൽ നിന്ന് ഒഴിവാക്കിക്കോ. മറ്റൊന്ന് അൽ കിബ്റു, സ്വർഗം വലങ്ങുന്ന ഒന്നാണ് കിബ്റ്, അഹങ്കാരം. നാവെല്ലോണു ഓരോരുത്തർദ നണ്ടട്ട കളിക്കണ്ട, നണ്ട വിസനി ഗൊಂತಿಲ್ಲ, നക്കർസ വന്നെങ്ക ആളായില്ല, നണ്ട കേട്ടു നോക്കണാറിട്ട് ഗൊಂತಿല്ലെങ്ക്. ഇങ്ങനെ ചില ആള് ഒരു ജാഗയിൽ ഉദ്ദിക്ക് പോയപ്പ ഒരാൾ കേൾക്കുന്ന ഉസ്താദ് നന്റെ പിടിയുണ്ടാ, ഞാൻ പിടിയില്ല, പിടിയില്ലെങ്കിൽ പിന്നെ പിടിയാവും. ഞാൻ പേടിച്ചിട്ട് ജീവമുണ്ട ഇയാളെ നിന്റെ ഭാവം ഇങ്ങനെ പേടിപ്പാട്ട പോയത്ര പിടിയില്ലെങ്കിൽ പിന്നെ പിടിയാവും. നല്ല ഉസ്താദിട്ട് കേട്ട ഉസ്താദ് ആ മനുസാർ അപ്പുറത്ത് വെച്ചത് ഉസ്താദ് ചൊല്ലി മുണ്ടിരുന്ന അധ്യക്ഷ 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 അതന്നെ അയാൾ ഇപ്പൊ പിടിയായില്ലെങ്കിൽ പിന്നെ പിടിയാവുമല്ലേ. അത് ഞാൻ ഇവിടുത്തെ അധ്യക്ഷ ഇവിടെ അല്ലവാ ഇവിടെ ആരെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അധ്യക്ഷർ വന്ന് കൈ തന്നിട്ട് സീത പോയിനി. അള്ളാഹു ബർക്കത്താക്കട്ടെ. അങ്ങനെ ചില അഹങ്കാരം, ചിലർക്ക് അധികാരം അഹങ്കാരമാണ്, ചിലർക്ക് വാഹനം അഹങ്കാരമാണ്, ചിലർക്ക് മക്കൾ അഹങ്കാരമാണ്, കിബിറാണ്. ഇതിലൊക്കെ കിബിറ് നാ പിന്നെ സോ ബട്ട് അല്ലേ, ഇങ്ങനത്തെ കുറച്ച് 2 ലോഡ് സാധനം കൊടുത്തിട്ട് അല്ലേ ആക്ച്വലി അല്ലേ ഒരു 10 ഇംഗ്ലീഷ് വേർഡ് പഠിച്ച എല്ലാ എന്നാണ് എന്റെ വിചാരം. ആക്ച്വലി നിങ്ങൾ ആക്കിയത് സമല്ല സോ നാണായിട്ട് വിട്ട സോ എന്ത് സോ ഈ സോസു കുറച്ച് ആക്ച്വലി ഇതെല്ലാം എങ്കിൽ ഉസ്താദ്മാർ പേടിച്ചെന്നാണ് ചില ആളൊക്കെ വിചാരിച്ചത്. ആരോടും അങ്ങനെ പാടില്ല. മാന്യമായ സംസാരം, സംസാരിക്കുമ്പോ സ്മൂത്തായ വാക്ക് പറയണമേ. മുഹമ്മദുർ റസൂലുള്ളാഹി നല്ല സ്മൂത്തായത്. പെഞ്ഞായിട്ടായെങ്കും അങ്ങനെ, ഹസ്ബൻഡ് ഇട്ടായെങ്കും അങ്ങനെ, മക്കളിട്ടായെങ്കും അങ്ങനെ, നല്ല സൗമ്യമുള്ള വാക്ക്, മനസ്സിന് ബേജാറാവാത്ത വാക്ക്, നല്ല വാക്ക് പറഞ്ഞാൽ അവന് റബ്ബത്താല സ്വർഗം നൽകുന്നതാണ്. നല്ല സ്മൂത്തുള്ള വാക്ക് അല്ലെ, നല്ല പിരിസുള്ള വാക്ക്. അപ്പുറത്തെ ഉത്തരദാതട്ട മാത്രല്ല ഈ ഞങ്ങളെ ഉത്തരദാതട്ടയോ അതേ അതിരാട്ടി ചന്തത്തിലും ഉണ്ടണോ അല്ലെ പിരുസത്തിലും ഉണ്ടണോ. ആ രൂപത്തിൽ നമ്മൾ എല്ലാവരും സ്റ്റാഫിനോട് അല്ലെ ലീഡറോട് സംസാരിക്കുന്ന പോലെ, നേതാക്കളോട് മിണ്ടുന്ന പോലെ സ്റ്റാഫിനോട് മിണ്ടാൻ കഴിയണം, പണിക്കാരോട് മിണ്ടാൻ കഴിയണം. അത് കൂലിപ്പണിക്കാരനാണെങ്കിലും, അത് ഹിന്ദുവാണെങ്കിലും, ഓട്ടോറിക്ഷ ഡ്രൈവറാണെങ്കിലും ഒന്നും ചെറുതല്ല. എല്ലാ തൊഴിലും വലുതാണ്. ഓട്ടോറിക്ഷക്കാരന്റെ ഓട്ടോ വലുതാണ്,
പണിയെടുക്കാതെ ജീവിക്കുകയല്ലോ. വേണ്ടാത്തത് ചെയ്തു പോകല്ല. ബെറ്റിങ്ങിന്റെ പിന്നാലെ പോകണ്ട, പണം വെച്ചുകൊണ്ടിട്ടുള്ള കളിയുടെ പിന്നാലെ പോകണ്ട, ട്രേഡിങ്ങിന്റെ പേര് പറഞ്ഞ് കോടികൾ ഉണ്ടാക്കാൻ പോയിട്ട് ആത്മഹത്യക്ക് എത്തിപ്പെടുന്ന അവസ്ഥയിൽ പെട്ടുപോകണ്ട. വ്യത്യസ്തങ്ങളായ മുസീബത്തുകൾ ഇറങ്ങിയിട്ട് ആളുകൾ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി തിന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഓന്റെ ഹമ്മ് ദുനിയാവായി കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ ഹമ്മ് ഓന്റെ എപ്പോഴുമുള്ള ചിന്ത എന്താണ്? ഓന് മറ്റുള്ള ചിന്തകളില്ല, മറ്റുള്ള ഓർമ്മകളില്ല. വങ്കാന ഹമ്മുഹു ദുനിയാ, എപ്പോഴും ദുനിയാവ്, നിന്റെ ബിസിനസ്, നിന്റെ ഗാഡി, എന്റെ സ്വത്ത്, എന്റെ കൃഷി, എന്റെ മറ്റുള്ള ജോബ്, എപ്പോഴും തലയിൽ ഇത് മാത്രമായാൽ ജഅലല്ലാഹുൽ ഫഖറ ബൈന ഐനൈഹി, അവന്റെ കൺമുന്നിൽ മുമ്പിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കുമെന്നാണ്. അവന് ബുദ്ധിമുട്ട് വരാനിടയുണ്ട്. ദുനിയാവ് വേണം, ജോലി വേണം, വീട് വേണം, കാറ് വേണം, സൗകര്യങ്ങളെല്ലാം വേണം. തലയിൽ അത് മാത്രമാവരുത്. ആഖിറം ഓർമ്മ വേണം, സ്വർഗം ഓർമ്മ വേണം, നരകം ഓർമ്മ വേണം, ഖബർ ഓർമ്മ വേണം. ഇതെല്ലാം ഓർമ്മയിൽ ഉണ്ടാകണം. അതിന്റെ കൂടെ നമുക്ക് ദുനിയാവും ഉണ്ടാകണം. അല്ലാഹുവേ, നീ ഖൈർ നൽകണം അല്ലാഹ്. ഒരു കാമണിക്കൂർ കൂടി പറഞ്ഞു നിർത്തുന്നു. മുത്തുമുഅ്മിനീങ്ങളെ, നമ്മളാരും അഹങ്കാരികൾ ആവരുത്, കിബ്റന്മാരാവരുത്. എവിടെയാകാൻ പാടില്ല. പള്ളിയിലും ആകണ്ട, ഔത്തുലും ആവണ്ട, ഫാമിലിയിലും വേണ്ട, സ്വർത്തരങ്ങളെതിരിലും വേണ്ട. എവിടെ നമ്മൾ അഹങ്കാരം. ചില ആൾ മുണ്ടൂല, കുറച്ചാള് മുണ്ടല്ല, മുണ്ടിയെങ്കിൽ ഞങ്ങൾ തന്നെ യാറെ മുണ്ട തീരാ, സ്വർത്തരങ്ങൾട്ടല്ല മുണ്ട തീരാ, മുണ്ടിയെങ്കിൽ ഞങ്ങളെ ഗണത്തിൽ കുറടിയാവും അല്ലേ? സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ആക്കുന്ന മുണ്ട അല്ല, മുണ്ടണം. പാവപ്പെട്ടവനോട് മുണ്ടണം. ചില പൈസ തങ്ങളെ കൈ കൊടുക്കുമ്പോ പാവത്തങ്ങൾ ജണ്ട് പേർന്ന് പൈസക്കാർക്ക് രണ്ട് കൈ കെട്ടിപ്പിടിച്ചിട്ട് മുത്തിയിട്ട് ഗലേജ് നീ എവിടെ വന്നു, എപ്പ വന്നല്ല, നീ ഞങ്ങളെ മറന്നമാ ഫാമിലി ആയിട്ട്. എന്ത് ഫാമിലി? ദൂരത്തെ എവിടെ മാറാ ചൊന്ന സബല് ഫാമിലി ഓണ് വലിയ പൈസക്കാരാ, അതിനെ കൊണ്ടും ഫാമിലി. പാവത്തോണ് എത്ര മുട്ടത്തെ ഫാമിലി ആകും ഫാമിലി അല്ല. ഇപ്പൊ അങ്ങനെ ഫാമിലി അല്ല, അങ്ങനെ കാസ് പേര് പോസ്റ്റെല്ലാം നോക്കിയിട്ട് ഫാമിലിയും അല്ലാത്തതല്ല അവിടെ പോലത്തെ അവസ്ഥ. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് ഫിത്നയാക്കണ്ട, അതുകൊണ്ട് കിബിർ വേണ്ട, ആരോടും ചതി വേണ്ട. കൊടുത്തവർക്കെല്ലാം കൊടുക്കുന്നവൻ അല്ലാഹുവാൻ, നമുക്കും തരുന്നവൻ അല്ലാഹുവാൻ എന്ന് നീ കരുതിയാൽ നിനക്ക് എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകാം. അല്ലാതെ നീ ഹക്കടപാട് ബാക്കിയാക്കിയാൽ, അല്ലാതെ നീ നിന്റെ കൊടുക്കേണ്ടവന്റെ പണം ബാക്കിയാക്കി എന്നാ നിനക്ക് സ്വർഗമില്ല. നിന്റെ ഇബാദത്ത് കൊണ്ട്, നിന്റെ ഹജ്ജ് കൊണ്ട്, നിന്റെ ഉംറ കൊണ്ട്, നിന്റെ നിസ്കാരം കൊണ്ട് നീ ആർക്കാണോ ഹക്കടപാട് ബാക്കിയുള്ളത്, ആർക്കാണോ വാഗ്ദാനം ബാക്കിയുള്ളത്, ആരുടെ കയ്യിൽ നിന്നാണോ നീ എടുത്തത് കൊടുക്കാൻ ബാക്കിയുള്ളത്, നിന്റെ അമലുകൊണ്ട് അവർ സ്വർഗത്തിൽ പോകുന്നു. അവരുടെ തിന്മ കൊണ്ട് നീ അതാ സ്വർഗം വിലക്കപ്പെടുന്നു, സ്വർഗം കിട്ടാതെയാകുന്നു. അതുകൊണ്ട് ഹക്കടപാട് മുഴുവനും കൊടുത്തു കുട്ടിക്കോ. ഒരാളുടെ ഹക്കും നീ ബാക്കി വെക്കണ്ട. ഹക്ക് ബാക്കിയാക്കി യഹൂദിയായ മനുഷ്യനിക്ക് 10 ദിർഹം കടം ബാക്കി ഉണ്ടായിട്ട് സുഹൃത്തിന് സ്വപ്നം കണ്ടു, ആ മഹാന്റെ എന്താണൊരു ബുദ്ധിമുട്ട്. അയാൾ പറയുന്നു, ഇന്നാലിന്ന യഹൂദിക്ക് ഒരു 10 ദിർഹം കൊടുക്കാനുണ്ട്, അതൊന്ന് കൊടുത്തേക്കണേ, എന്റെ മകൾ ഒരാഴ്ചക്കുള്ളിൽ മരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞ വിശദമായ സംഭവമാണ്. 10 ദിർഹം യഹൂദിയോട് പോയി ചോദിക്കുമ്പോ മരിച്ചയാളെ സ്വപ്നം കണ്ടിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് അയാൾ രക്ഷപ്പെടാൻ സമയമെടുത്തിട്ട് ഇത് ചോദിക്കുമ്പോ അയാൾ പറയുന്നു, അത് എനിക്ക് 10 ദിർഹം കടമുണ്ടായിരുന്നു. അത്ര വലിയ സ്വഹാബിയാണ് ആ മനുഷ്യൻ, മഹാനാണ് ആ മനുഷ്യൻ, സ്വഹാബിയോ താവിയോ ആണ് ആ മനുഷ്യൻ. എന്നിട്ട് പോലും 10 ദിർഹം കടത്തിന്റെ പേരിൽ ഖബറിലെത്തിയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സ്വപ്നത്തിലൂടെ ചങ്ങായിനെ അറിയിച്ചിട്ട് ആ 10 ദിർഹമിന്റെ കടം കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ മുഅ്മിനേ ഉമ്മ
സഹോദരാ, ഒരാളുടെയും കടം ബാക്കി വെച്ചിട്ട്, ജാവദ്ദാരി ബാക്കി വെച്ചിട്ട്, ഇടപാട് ബാക്കി വെച്ചിട്ട് സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല. സ്വർഗം വേണോ? അക്കടപാട് മുഴുവനും നീ കൊടുത്തു വീട്ടിക്കോ. എല്ലാവും കൊടുത്തു വീട്ടണം. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇത്തക്കിൽ മഹാരും തക്കുന്നാസ്, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കണം. കല്യാണ വീട്ടില് ഇന്ന് മേളകളാണ്. 10 ദിവസം കല്യാണം, 15 ദിവസം കല്യാണം, കളറുകൾ കല്യാണം, വരദക്ഷിണ പിടുകു. ഇന്ന് ആ പിടുകില്ലല്ലോ. ഇന്ന് പെൺമക്കളെ കൊണ്ട് ഉപ്പമാര് കടക്കാരാകുന്നു, ഉപ്പയുടെ ഇസ്സത്ത് പോകുന്നു. പെൺമക്കളെ കൊണ്ട് ഉമ്മാന്റെ സ്വത്തുക്കൾ മുഴുവനും വെക്കുന്നു, വീട് പണയത്തിലാകുന്നു, കുടുംബം കടക്കാരാകുന്നു. പെങ്ങളെ, നിന്റെ ഉപ്പാനെ കരയിപ്പിച്ചിട്ട്, ഉമ്മാനെ കരയിപ്പിച്ചിട്ട് ഈ നടത്തിയ കല്യാണ പേക്കൂത്തുകള് നിന്റെ മക്കൾ നിനക്ക് ഉപകാരപ്പെടാതെ പോകുന്നു. അതിലൊരു സംശയവും വേണ്ട. കല്യാണം അനിസ്ലാമികമാക്കരുത്. താളമെന്ന പേരിൽ അക്രമം നടക്കരുത്. കളറുകളുടെ പേരിൽ തോന്നിവാസം നടക്കരുത്. കോളേജ് ക്യാമ്പസുകളിലും മറ്റും ഡാൻസും പാട്ടും തുള്ളലുമായിട്ട് ജീവിക്കുന്നവരായ മരിക്കണ്ടേ മുമ്മിന്? നമ്മളൊക്കെ മരിക്കാനില്ലേ? അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്. സ്വർഗം ഹഖാൻ, നരകം ഹഖാ. വസ്സിറാത്തു ഹഖ്ഖുൻ, സിറാത്ത് വാലം ഹഖാ. വൽ ഹിസാബു ഹഖ്ഖുൻ, ഹിസാബ് ഹഖാ. അതിലൊരു സംശയവും വേണ്ട. നമുക്കത് തമാശയാണ്, അത് പിന്നല്ലേ, മറിച്ചൽ പിന്നല്ലേ, അത് അപ്പല്ലേ, ഇപ്പല്ലല്ലേ. പെട്ടെന്ന് മരണം വന്ന് പിടിപ്പെട്ടാൽ എത്ര പെട്ടെന്നുള്ള മരണങ്ങളാണ്, എത്ര മരണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവാക്കളുടെ മരണങ്ങളാണ്. അങ്ങനെയുള്ള മരണങ്ങൾ നമ്മുടെ കൺമുന്നിലാകുമ്പോ ബാദിറൂബില്ലാമാൽ, ഈ മരണത്തിന് നീ കാത്തിരിക്കണ്ട. എത്ര ആളുകൾ വയനാട്ടിൽ കിടന്നുറങ്ങിയവർ വെള്ളത്തിൽ ഒലിച്ചു പോയില്ലേ? പലരുടെയും മയ്യത്ത് കിട്ടിയില്ലല്ലേ? പലരുടെയും മയ്യത്ത് തിരിച്ചറിഞ്ഞില്ലല്ലേ? പലരുടെയും പണത്തിന്റെ കെട്ട് കിട്ടിയല്ലേ? പലർക്കും ഉമ്മയില്ലല്ലേ? പലർക്കും ഉപ്പയില്ലല്ലേ? പലർക്കും ഭാര്യയില്ലല്ലേ? ഗൾഫിലെ പല പ്രവാസികൾക്കും ആരാരുമില്ലാത്ത അവസ്ഥയിലായിട്ട് വയനാട്ട് ദുരന്തം നമുക്ക് പാഠമാണ്. അല്ലാ, അവരിൽ മരിച്ചവർക്കെല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. ജീവിച്ചിരിപ്പുള്ള എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ, നമ്മൾ നല്ലവണ്ണം ഹബീബ് തങ്ങളെ ഇഷ്ടം വെക്കുന്നവരാകണം. മുത്ത് റസൂലുള്ളാഹിയെ മഹബ്ബത്ത് വെക്കൽ കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ മറ്റു വഴികളില്ല. അതിന്റെ ഭാഗമാണ് മൗലിദോദൽ. എല്ലാ വീട്ടിലും ഹബീബ് തങ്ങളെ പേരിൽ നമ്മൾ മൗലിദോദിക്കണം. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ. അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദോദിയോ, നിന്റെ വീട്ടിൽ അല്ലാഹു ബറക്കത്ത് ചൊരിയുന്നു. മക്കളെ അല്ലാഹു കാക്കുന്നു. കുടുംബം അല്ലാഹു ബറക്കത്തിലാക്കുന്നു. കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകുന്നു. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായി വിരിച്ച് അത്തറൊക്കെ പൂശി ഉസ്താദും മുതഅല്ലിമീങ്ങളൊക്കെ വിളിച്ച് കയ്യിൽ സമ്പത്തുള്ളവർ അല്ലേ, ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങളുടെ ജീവിതത്തിൽ മരണത്തിനു മുമ്പ് നിങ്ങൾ ഒരുമിച്ച് കൂടുന്നതിൽ ഏറ്റവും ഖൈറായ കൂടൽ മൗലിദിന് വേണ്ടി കൂടലാ, റസൂലുള്ളാഹിക്ക് വേണ്ടി കൂടലാ. അവിടത്തെ സാകാര്യം പറയാൻ, സ്വലാത്ത് ചൊല്ലാൻ ഒരുമിച്ച് കൂടുന്നതാണ് ഖൈറും മിമ്മാ യജ്മഊൻ. കയ്യിൽ സമ്പത്തുണ്ടോ? മഹാന്മാര് പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു കൊല്ലത്തിൽ വന്ന എല്ലാ ബാക്കി പണവും ഞാൻ എന്റെ ഹബീബിന്റെ മൗലിദിന് വേണ്ടി ചെലവഴിക്കുന്നു. നാളെ
നാളേക്കൊന്നും ബാക്കി വെക്കാതെ അള്ളാന്റെ റസൂലിന്റെ പേരിൽ മൗലിദ് ഓതാ, ഹബീബിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കാ, അങ്ങനെ മനസ്സ് കാണിച്ചോ. മൗലിദ് ഓതണ വേണ്ടേ, അത് തപ്പാ ശരിയാ. ചർച്ചയാക്കിയിട്ട് ഈമാന് കളഞ്ഞു പോകണ്ട. മുത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത്, അവിടുത്തെ മദ്ഹുകൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്, മൗലിദ് മഹാന്മാർ ഓതിയിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ, എല്ലാ ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരമാണ് സ്വലാത്ത്. കടം വീടണോ, സ്വലാത്ത് ചൊല്ലിക്കോ. ടെൻഷന് മാറണോ, പരിഹാരം സ്വലാത്താണ്. ബുദ്ധിമുട്ട് മക്കൾ അനുസരണയില്ലോ, സ്വലാത്ത് പരിഹാരമാ. എന്തെല്ലോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ യാതനകളോ വേദനകളോ എല്ലാത്തിനും പറ്റിയ അമല് അത് സ്വലാത്താ. മഹ്ശറയിലെത്തുമ്പോ ഒരാൾക്കും വീതിച്ചു കൊടുക്കാതെ സ്വർഗത്തിൽ പോകുമ്പോ കിട്ടുന്ന ഗിഫ്റ്റ് അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ, അല്ലാഹുവിനെ തഖ്വ ചെയ്തോ. കാര്യങ്ങളിലെല്ലാം സബറോടെ ക്ഷമയോടെ മുന്നേറിക്കോ. കൃത്യമായി നിസ്കരിച്ചോ, നോമ്പെടുത്തോ. മരിക്കുമെന്നൊരോർമ്മ, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമെന്നൊരോർമ്മ, ഞാൻ മരിച്ചു പോകുമെന്നൊരോർമ്മ, ആ ഓർമ്മയിൽ ജീവിച്ചോ. അല്ലാഹു നമ്മാരെയും വെറുതെ ആക്കുകയില്ല. അല്ലാഹുവേ രക്ഷപ്പെടുത്തണം അല്ലാ. അഞ്ചാം ഖലീഫ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന മഹാൻ ഡമസ്കസിലായിട്ട് അവിടെ പോയി. അവിടെ ഖലീഫയായപ്പോ അവിടത്തെ ഉസ്താദ് അബൂ ഹാസിം തങ്ങളതാ ശിഷ്യനെ കാണാൻ പോകുന്നു. നല്ല ആഡംബരത്തിൽ ജീവിച്ച മഹാനാ, നല്ല ഫോഷോടെ ജീവിച്ച ആളാ, നല്ല വസ്ത്രം ധരിച്ച ആളാ, വലിയ വാഹനത്തിൽ സഞ്ചരിച്ച ആളാ. പോയി നോക്കുമ്പോ ഒരു ചെറ്റക്കൂട്ടില് ആളുകളുടെ മധ്യത്തില് ആ മഹാനെ തിരിച്ചറിയുന്നില്ല. അബൂ ഹാസിം തങ്ങളാകുന്ന ഉസ്താദ് ശിഷ്യനോട് ചോദിക്കുകയാ, മോനെ ഇതെന്തവസ്ഥയാ? കാന മർക്കബുക ആലിയ, നീ വലിയ വലിയ വാഹനത്തിലൊക്കെ പോയവനല്ലേ, നല്ല സുഗന്ധം പുരട്ടിയവനല്ലേ, നല്ല നല്ല ക്വാളിറ്റിയുള്ള വിലമതിപ്പുള്ള ഡ്രസ് ധരിച്ചവനല്ലേ, എന്തായിപ്പോയി? കവിളുകൾ ഒട്ടിപ്പോയല്ലോ, കണ്ണുള്ളോട്ട് താണുപോയല്ലോ, തടി മുഴുവനും ക്ഷീണിച്ചു പോയല്ലോ, എന്തു പറ്റിപ്പോയി? കാണാൻ വിരൂപിയായിപ്പോയല്ലോ. ഇന്ന് ഖലീഫയായിട്ട് മുഅ്മിനീങ്ങളുടെ ലീഡറായിട്ട് എന്താ ഇങ്ങനെയുമായത്? എന്തേ ഇത്രയും ക്ഷീണിച്ചു പോയത്? ഉസ്താദിനോട് അബ്ദുൽ അസീസ് തങ്ങൾ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നു, ഉസ്താദേ എനിക്കറിയാം എന്റെ കവിളൊട്ടിയിട്ടുണ്ട്, ഞാൻ ക്ഷീണിച്ചു പോയിട്ടുണ്ട്, എന്റെ തടി മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്, എനിക്ക് വലിയ വാഹനങ്ങളില്ല, എനിക്ക് ആഡംബര ഭക്ഷണങ്ങളില്ല. ഇതെല്ലാം ഞാൻ ഒഴിവാക്കിയത് എന്തിനാണെന്നറിയോ? ഉസ്താദേ ഇന്നെന്നെ കാണാൻ ഞാൻ ഇങ്ങനെയുണ്ടല്ലോ, ഉസ്താദേ ഞാൻ മരിച്ചു കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് നിങ്ങളെന്റെ മയ്യത്ത് കണ്ടാൽ, എന്റെ കണ്ണു തിർന്ന് വീഴുന്നത് കണ്ടാൽ, എന്റെ കവിളത്തടം പുഴുക്കൾ വീഴുന്നത് കണ്ടാൽ, എന്റെ വയറ് പൊട്ടി അതിൽ പുഴുക്കൾ വീഴുന്നത് കണ്ടാൽ, ഉസ്താദേ ആ ഖബറിന്റെ ജീവിതം ഓർത്തുകൊണ്ടിട്ട് ഞാനെല്ലാം ഒഴിവാക്കിക്കളഞ്ഞു.
എനിക്കിവിടെ ആഡംബരം വേണ്ട, ഇപ്പോൾ എത്രയും ആഡംബരം ചെയ്യാ എനിക്ക് വേണ്ട. ഞാൻ നല്ല ഭക്ഷണം കഴിക്കാറില്ല, ഞാൻ നല്ല വാഹനത്തിൽ പോകാറില്ല, ഞാൻ നല്ല വസ്ത്രം ധരിക്കാറില്ല. എനിക്കൊരേ ഒരു പേടിയാണ്, ഞാൻ മരിച്ച് ഖബറിൽ കിടക്കണ്ട ഉസ്താദേ, ഞാൻ മരിച്ച് ഖബറിൽ കിടക്കണ്ടേ, എനിക്ക് അല്ലാഹുവിന്റെ അടുത്ത് പോകണ്ടേ. അതുകൊണ്ട് എല്ലാം ഞാൻ ഒഴിവാക്കിപ്പോയി. അല്ലാഹുവേ, ആ മഹാന്മാരുടെ കൂടെ ഞങ്ങളെല്ലാരെയും സുഖലോക സ്വർഗത്തൊരുമിച്ച് കൂട്ടണം അല്ലാ. മുഅ്മിനീങ്ങളെ, ദുനിയാവ് ശാശ്വതമല്ല, ഇവിടെ പെട്ടെന്ന് തീർന്നു പോകുന്ന ദുനിയാവാണ്. അമ്മല്ലദീന സോയിദു, വിജയിച്ചവർ അവർ സ്വർഗത്തിലാണ്, എപ്പോഴും സ്വർഗത്തിലാണ്. എല്ലാ ദിവസവും 3 തവണ അല്ലാഹുവോട് സ്വർഗം ചോദിക്കണം, 3 തവണ നരകത്തെ തൊട്ട് കാവൽ ചോദിക്കണം. എന്നാൽ അവൻ അല്ലാഹു സ്വർഗം നിർബന്ധമാക്കുകയും നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. മീലാദ് പരിപാടി ചില നാട്ടിൽ, ഇവിടെ എങ്ങനെയെന്നറിയില്ല, എല്ലാ നാട്ടിലുണ്ടാകും. ചില ആള് ഓർക്ക് ചിലപ്പോൾ മക്കുണ്ടാവേല, 10 ഗಂಟೆ നിപ്പാട്ടി പോകണില്ല, പെർമിഷൻ കറക്റ്റ് ടൈം നിങ്ങൾ ഫോളോപ്പ് ആക്കണം. എപ്പാ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മക്കളെ ഒരു പാട്ടപ്പറയും ഗലാട്ട്. മുത്തുമുഅ്മിനീങ്ങളെ റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ ധാരാളം പാടണം, പറയണം, അതിന് സമയം കണ്ടെത്തണം. മക്ക പാട്ടെല്ലാം പാടുമ്പോ റായത്ത് ഇങ്ങനെ നടക്കുന്നല്ല, മജ്ലിസിൽ വന്നിരിക്കണം, കേൾക്കണം. അത് ബഹുമാനമാണ്. ആ ബഹുമാനം കാത്തു സൂക്ഷിക്കണം. ധാരാളം സ്വലാത്ത് ചൊല്ലണം. വാഖിയ സൂറത്ത് എപ്പോഴും ഓതുന്നവർക്ക് അല്ലാഹു സ്വർഗം നൽകുമെന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ളുഹാ നിസ്കാരം പതിവാക്കുന്നവർക്ക് നടുനുമ്പല, കൈകാൽ നുമ്പല വേദനകളെല്ലാം മാഞ്ഞു പോകുന്നതാണ്. എളുപ്പത്തിൽ സ്വർഗത്തിൽ കടക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിന്റെ നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു 100 തവണ ചൊല്ലിയാൽ വലിയ കാവലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 100 ഖുൽ ഹുവല്ലാഹു അഹദ് ഇഖ്ലാസ് സൂറത്ത് എല്ലാ ദിവസവും ഓതുന്ന ആൾക്ക് ഖബറിലും ശിക്ഷയില്ല, മഹ്ശറിൽ പേടിയില്ല. അവർ ആ സ്നേഹത്തോടുകൂടെ സുഖലോക സ്വർഗം കടക്കുമെന്നാണ്. ഒരു 100 ഖുൽ ഹുവല്ലാഹു അഹദ് പറ്റുന്നവരൊക്കെ ഓതുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ദിക്റുകൾ മീസാൻ എന്ന തുലാസിൽ തൂങ്ങുന്ന സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. മീസാൻ എന്ന തുലാസിൽ ഭയങ്കരം ഭാരം തൂങ്ങുന്ന ഒന്നാണ് ദിക്റുകൾ ചൊല്ലുക. നല്ല ഡ്രസ്സ് ധരിക്കുക, നല്ല സ്വഭാവം ഉണ്ടാവുക, ചതി, ഫിത്ന, ഫസാദ് എല്ലാം ഒഴിവാക്കുക, കിബ്റ്, അഹങ്കാരം എല്ലാം തുടച്ചു മാറ്റുക, ഖൽബ് ശുദ്ധിയാക്കുക, മുത്തു റസൂലുള്ളാഹിനെ സ്നേഹിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചെങ്കിൽ റായത്തങ്ങ ചൊല്ലണോ, നല്ലൊരു മനുഷ്യ, നല്ല ആചാർ, നല്ല ഉസ്താദ്, നല്ല ഹജ്ജുമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലാണ്. ബലാൽ പോയിത്ത്, മുസീബത്ത് പോയിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നരകക്കാരാണ്. ഇന്ന് ആൾക്കാരല്ല നമ്മളെ നല്ലത് ചൊല്ലും. കാശില്ലെങ്കിൽ പുകത്തുക എല്ലാവരും, കാശില്ലെങ്കിൽ ബലയില്ല. മരിച്ചു കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ നല്ലത് പറയുന്ന പോലെ ജീവിച്ച് മരിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മക്കൾക്ക് ഇൽമു പഠിപ്പിക്കണം, വസ്ത്രവേഷവിധാനം നന്നാക്കണം, മുടിയും താടിയൊക്കെ വൃത്തിയിൽ വെട്ടണം. ആണായവർ ഒരൽപ്പം താടി വളർത്തണം, മീശ വെട്ടിച്ചുരുക്കണം. കറുത്ത പൈന്റ് താടിയിലും മീശയിലും മുടിയിലും കൊടുത്തു പോകരുത്. അല്ലാഹു പുറത്തു തരട്ടെ. അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി ഭാര്യയുടെ മനസ്സ് സന്തോഷിപ്പിക്കണം. ഭാര്യ നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് എല്ലാം ഒഴിവാക്കി ഈ ഭർത്താവിന്റെ സേവക്ക് വേണ്ടി, മക്കളുടെ സേവക്ക് വേണ്ടി ജീവിതം മുഴുവനും പാത്രം കഴുകലിലും വീട് വൃത്തിയാക്കലുകളിലും മക്കളെ വൃത്തിയാക്കലുകളിലും അങ്ങനെ വലിയൊരു ത്യാഗമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് അവരോട് പെരുമാറണം. ഭാര്യമാർ നല്ലോണം സ്നേഹിക്കണം. ഉമ്മാനെയും ഉപ്പാനെയും വെറുപ്പിച്ചവർ സ്വഹാബിയാണെങ്കിൽ പോലും സ്വർഗല്ല. ഉമ്മാനെ കരയിപ്പിച്ചു പോകരുത്, ഉപ്പാനെ കരയിപ്പിച്ചു പോകരുത്. ഉമ്മാന്റെയും ഉപ്പാന്റെയും പൊരുത്തമില്ലാത്തവർക്ക് അല്ലാഹുവിന്റെ പൊരുത്തമില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം വേണോ, ഉമ്മാന്റെ പൊരുത്തം വേണം. സ്വർഗം വേണോ, ഉപ്പാന്റെ പൊരുത്തം വേണം. ഉസ്താദുമാരുടെ പൊരുത്തം വേണം.
നല്ലവരായി ജീവിക്കണം. വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കണം, റെസ്പെക്ട് ചെയ്യണം. ചെറിയ മക്കളോട് പിരിസമുണ്ടാകണം. എല്ലാവരെയും ബഹുമാനിക്കണം, എല്ലാരെയും കെയർ ചെയ്യണം. എല്ലാവർക്കുള്ള പരാതി നണ്ടാറും കെയറാക്കല്ലേ. ലവിന്റെ പിന്നാലെ പോയ മക്കളെ കൗൺസിലിംഗ് ചെയ്യുമ്പോ ഉസ്താദ് നാണ് അങ്ങനെ ആവലാന്ത്, നന്റെ ഉമ്മക്കും അപ്പക്കും നന്റെ കെയറയില്ല, അങ്ങ് മൈൻഡേ ആക്കില്ല, നന്റെ അങ്ങ് തെല്ലും അർത്ഥാക്കില്ല. ഭാര്യയോട് ചോദിക്കുമ്പോ ഭാര്യയും പറയുന്നു നണ്ടാറും അർത്ഥാക്കില്ല. ഭർത്താവോട് ചോദിക്കുമ്പോ ഭർത്താവ് പറയും നണ്ടാറും അർത്ഥാക്കില്ല. എല്ലാവർക്കുള്ള കംപ്ലൈന്റ് തന്നെ. എല്ലാവരും പരസ്പരം അർത്ഥാക്കണം. എല്ലാവരും പരസ്പരം നല്ല കെയറിംഗ് ഉണ്ടാവണം. എല്ലാവർക്കും നല്ല സപ്പോർട്ട് ചെയ്യണം. ജമാഅത്ത് ഒറ്റക്കെട്ടോടെ, നാട് ഒറ്റക്കെട്ടോടെ, ഭിന്നിപ്പുകളും ഗളാട്ടകളും കുഴപ്പങ്ങളുമില്ലാതെ നല്ല രൂപത്തിലാക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ആണുങ്ങളൊക്കെ ഒന്ന് നിൽക്കുക. നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടിയൊക്കെ ഒരു ഫാത്തിഹ ഓതി ഒരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട്